കർമ്മയോദ്ധ തിരക്കഥ മോഷണക്കേസ് 13 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ റെജി മാത്യുവിന് നീതി. മലയാള സിനിമയിലെ പകർപ്പവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങളിലൊന്നിൽ പുതുപ്പള്ളി സ്വദേശി തിരക്കഥാകൃത്തുമായ റെജി മാത്യുവിനെ ചരിത്ര വിജയം. മോഹൻലാൽ നായകനായി മേജർ രവി സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ കർമ്മയോദ്ധ എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ കഥയും തിരക്കഥയും സംഭാഷണവും റെജി മാത്യുവിന്റേതാണെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതി ജഡ്ജി മനീഷ് ഡി.എ. കണ്ടെത്തി. വംശം, ആയിരം മേനി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ റെജി മാത്യുവിനോട് 2010-11 കാലഘട്ടത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മേജർ രവി കഥ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് റെജി മാത്യു പൂർണ്ണമായ കഥയും തിരക്കഥയും സംഭാഷണങ്ങൾ എഴുതി കൈമാറി. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് യാതൊരു വിവരവും നൽകാതെ റെജി മാത്യുവിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ ഈ തിരക്കഥ ഉപയോഗിച്ച് മേജർ രവി കർമ്മയോദ്ധ എന്ന ചിത്രം സംവിധാനം ചെയ്യുകയുമായിരുന്നു. 2012 ഡിസംബറിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തന്റെ പകർപ്പവകാശം ലംഘിച്ചതിനെതിരെ റെജി മാത്യു കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് 5 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് നിർമ്മാതാക്കൾ സിനിമ റിലീസ് ചെയ്തത്. എന്നാൽ കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ച് ടൈറ്റിലുകളിൽ മേജർ രവിയുടെയും മറ്റുള്ളവരുടെയും പേരുകൾ തിരക്കഥാകൃത്തുക്കളായി കാണിച്ചതോടെയാണ് റെജി മാത്യു ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയത്. കോടതിയുടെ നിർണായകമായ കണ്ടെത്തലിൽ ദീർഘനാൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ പൂർണ്ണ പകർപ്പവകാശം റെജി മാത്യുവിന് കർമ്മയോദ്ധ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയുടെ ഏകവും പൂർണ്ണവുമായ അവകാശി റെജി മാത്യു മാത്രമാണെന്ന് ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരം കോടതി പ്രഖ്യാപിച്ചു. കൂടാതെ 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്റെ അനുമതിയില്ലാതെ തിരക്കഥ ഉപയോഗിച്ചതിന്, പ്രൊഫഷണൽ വ്യക്തിത്വത്തിന് കോട്ടം വരുത്തിയതിനും റെജി മാത്യുവിനെ 30 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ മേജർ രവി ഉൾപ്പെടെയുള്ള എതിർകക്ഷികളോട് കോടതി ഉത്തരവിടുകയും ചെയ്തു. സിനിമയിലെ എഴുത്തുകാരുടെ അധ്വാനവും സർഗാത്മകതയും ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെ 13 വർഷത്തോളം ഒറ്റയ്ക്ക് പോരാടി വിജയം വരിച്ച റെജി മാത്യുവിന്റെ ഈ നിയമ വിജയം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ